വെൽക്കം ടു മൈ ചാനൽ. 10th പ്രിലിംസ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയൊരു വീഡിയോ ആണിത്. ഇതിൽ 2024-25 കാലഘട്ടങ്ങളിൽ 10th പ്രിലിംസ് എക്സാമിൻ്റെ ചോദ്യപേപ്പറിൽ നിന്നെടുത്ത ഏതാനും ക്വസ്റ്റ്യനുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്. ആൻസർ ഓപ്ഷൻ സി, രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനത്തിൻ്റെ നായകനെന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയ് ആണ്. കടൽ മാർഗം യൂറോപ്പിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരനും രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകനാണ് അദ്ദേഹം. 1815 രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടനയാണ് ആത്മീയ സഭ. 1828 ബ്രഹ്മസമാജം സ്ഥാപിച്ചതും രാജാറാം മോഹൻ റോയ് ആണ്. സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ വില്യം ബെൻഡിക് പ്രഭുവിനെ സഹായിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന സ്ഥാനപ്പേര് നൽകിയ മുഗൾ ഭരണാധികാരിയാണ് അക്ബർ ഷാ സെക്കൻഡ്. ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയുടെ പ്രധാന കൃതികളാണ് ജീസസിൻ്റെ കൽപ്പനകൾ, തൂഫത്തുൽ മുവാഹിദീൻ, അതായത് ഏകദൈവ വിശ്വാസത്തേക്കുള്ള ഒരു ഉപഹാരം എന്നറിയപ്പെടുന്ന കൃതിയും അദ്ദേഹത്തിൻ്റെതാണ്. രാജാറാം മോഹൻ റോയ് കൊൽക്കത്തയിൽ സ്ഥാപിച്ച കോളേജാണ് വേദാന്ത കോളേജ്. രാജാറാം മോഹൻ റോയുടെ മരണശേഷം ബ്രഹ്മസമാജത്തിൻ്റെ നേതൃത്വം വഹിച്ച വ്യക്തികളാണ് കേശവ ചന്ദ്രസെനും ദേവേന്ദ്രനാഥ ടാഗോറും. രാജാറാം മോഹൻ റോയ്ക്ക് ശേഷം ബ്രഹ്മസമാജം രണ്ടായി പിരിഞ്ഞു: ആദ്യ ബ്രഹ്മസമാജമെന്നും ഭാരതീയ ബ്രഹ്മസമാജമെന്നും. ആദ്യ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോറും ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവ ചന്ദ്രസെനുമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി, ട്രാങ്കിബാർ. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം AD 1595 ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലിപട്ടണത്താണ് 1605. ഇന്ത്യയിൽ പാശ്ചാത്യ ശാസ്ത്രം പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10. ഡച്ചുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനയായി കണക്കാക്കപ്പെടുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ ഡച്ച് ഗവർണറാണ് അഡ്മിറൽ വാൻ റീഡ്. ഡാനിഷുകാർ 1620 ട്രാൻസ്ബോർഗ് കോട്ട പണികഴിപ്പിച്ച സ്ഥലമാണ് ട്രാങ്കുബാർ, തരകമ്പാടി എന്നറിയപ്പെടുന്നത്. കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ് 1498. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ഡച്ചുകാരാണ് 1825. ഇന്ത്യയിൽ അവസാനമായി എത്തിയ യൂറോപ്യൻ ശക്തിയാണ് ഫ്രഞ്ചുകാർ 1664. ഇന്ത്യയിൽ നിന്നും അവസാനം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ 1961. അടുത്ത ക്വസ്റ്റ്യൻ: താഴെ നൽകിയിട്ടുള്ള സംഭവങ്ങളിൽ തെറ്റായത്? ആൻസർ ഓപ്ഷൻ ഡി, കുറിച്യ കലാപം 1810 1812. കുണ്ട്ര വിളംബരം നടന്ന് 1809. കുളച്ചൽ യുദ്ധം 1741. ആറ്റിങ്ങൽ കലാപം 1721. കുറിച്യ കലാപം 1812. അടുത്ത ക്വസ്റ്റ്യൻ: ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചതാര്? ആൻസർ ഓപ്ഷൻ ഡി, വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ്റെ ജന്മസ്ഥലം പാട്യം ഗ്രാമം, കണ്ണൂരിലാണ്. 1885 ഏപ്രിൽ 27 അദ്ദേഹം ജനിച്ചത്. കാവ്യുപേക്ഷിച്ച് ഖദർ അണിഞ്ഞ നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ്റെ ബാല്യകാല നാമം കുഞ്ഞിക്കണ്ണൻ എന്നാണ്. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾക്ക് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. VK ഗുരുക്കൾ ബാലഗുരു എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് വാഗ്ഭടാനന്ദനാണ്. കോഴിക്കോട് തത്വപ്രകാശിക സംസ്കൃത പഠന കേന്ദ്രം 1906 സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. 1911 രാജയോഗാനന്ദ കൗമുദി യോഗശാല കോഴിക്കോട് സ്ഥാപിച്ചതും വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ 1917. ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രമായിരുന്നു അഭിനവ കേരളം, പ്രസിദ്ധീകരിച്ച 1921. ആത്മവിദ്യാ സംഘത്തിൻ്റെ ആശയങ്ങളും ലക്ഷ്യങ്ങളും വ്യക്തമാക്കുന്ന വാഗ്ഭടാനന്ദൻ്റെ കവിതയാണ് സ്വതന്ത്ര ചിന്താമണി 1921 പുറത്തിറക്കിയത്. പ്രീതിഭോജനം നടത്തിയ നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. 1927 പ്രീതിഭോജനം നടത്തിയത്. വാഗ്ഭടാനന്ദൻ ആരംഭിച്ച മാസികകളാണ് ശിവയോഗി വിലാസം 1914, ആത്മവിദ്യാ കാഹളം 1929,
യജമാനൻ 1939. ജാതി പ്രമാണം ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച പരിഷ്കർത്താവായിരുന്നു വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ അന്തരിച്ചത് 1939 ഒക്ടോബർ 29. ഉണരുവിൻ, അഖിലേഷിനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോട് എതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്ത് വാഗ്ഭടാനന്ദനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1956 കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകളുണ്ടായിരുന്നു? ആൻസർ ഓപ്ഷൻ എ 5. 1956 കേരളം രൂപീകരിക്കുമ്പോൾ 5 ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ എന്നിവയായിരുന്നു അവ. ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട കേരളത്തിലെ ജില്ലയാണ് കാസർഗോഡ്. 1984 മെയ് 24. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ താലൂക്കാണ് നെയ്യാറ്റിൻകര. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരമാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം പാറശാലയാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരമാണ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലം തിരുവനന്തപുരവും കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ലോക്സഭാ മണ്ഡലം കാസർഗോഡുമാണ്. കേരളത്തിലെ തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാലയാണ്. കേരളത്തിലെ വടക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ഗ്രാമം കളിയിക്കാവില. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ ഗ്രാമം തലപ്പാടി. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴയുടെ ചില ഭാഗങ്ങൾ ഇടുക്കിയോട് കൂട്ടിച്ചേർത്തതോടെയാണ് ഇടുക്കിയുടെ വിസ്തീർണം വർദ്ധിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ആൻസർ ഓപ്ഷൻ ഡി ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ചെമ്പഴന്തി. 1856 ആഗസ്റ്റ് 20 ജനിച്ചത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മഗൃഹം വയൽവാരം വീട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഗുരുക്കന്മാരാണ് രാമൻപിള്ള ആശാനും തൈക്കാട് അയ്യായും. ശ്രീനാരായണ ഗുരുവിനെ ഹഠയോഗ വിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാട് അയ്യാണ്. ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച മരുത്തമലയിലെ ഗുഹയാണ് പിള്ളത്തടം ഗുഹ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം 1887. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവിനെയാണ്. എന്നാൽ കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ് ആണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് അരുവിപ്പുറം ശിവപ്രതിഷ്ഠയാണ്. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപീകരിച്ച വർഷം 1898. ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച് 1904. ഗുരു ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നടത്തിയത് 1912. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് 1913. ശ്രീനാരായണ ഗുരു ആലുവയിൽ സർവമത സമ്മേളനം നടത്തിയത് 1924. അതിൻ്റെ അധ്യക്ഷൻ സദാശിവ അയ്യരായിരുന്നു. ശ്രീനാരായണ ഗുരു ധർമ്മപരിപാലന യോഗം SNDP സ്ഥാപിതമായ വർഷം 1903 മെയ് 15. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് വാവൂട്ട് യോഗം 1898. SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗമാണ് അരുവിപ്പുറം ക്ഷേത്രയോഗം. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷനായിരുന്നു ശ്രീനാരായണ ഗുരു. SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പു ആയിരുന്നു. SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാന്. രൂപീകരണ സമയത്ത് SNDPയുടെ മുഖപത്രം വിവേകോദയമായിരുന്നു. വിവേകോദയം മാസികയുടെ സ്ഥാപകൻ കുമാരനാശാനാണ്. 1904 വിവേകോദയം ആരംഭിച്ചപ്പോഴുള്ള ഔദ്യോഗിക പത്രാധിപൻ M. ഗോവിന്ദനായിരുന്നു. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥമാണ്. SNDPയുടെ ആസ്ഥാനം കൊല്ലവുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ? ആൻസർ ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. 1928 പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം നടന്നത് മെയ് 25 to 27 ദിവസങ്ങളിലായിരുന്നു. അധ്യക്ഷൻ നെഹ്റു ആയിരുന്നു. സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ കേരളത്തെ ഒരു പ്രത്യേക പ്രവിശ്യയായി പുനഃസംഘടിപ്പിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് കേന്ദ്ര നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിക്കുകയും അത് പാസ്സാക്കുകയും ചെയ്ത കോൺഗ്രസ് സമ്മേളനമാണ് നാലാമത് നടന്ന ഐക്യകേരള പ്രസ്ഥാനത്തെ 4ാമത് സമ്മേളനമായ പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തോട് പൂർണ്ണ സ്വരാജ് ലക്ഷ്യമായി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കിയതും ഈ സമ്മേളനത്തിലാണ്.
ആദ്യ ഐക്യകേരള സമ്മേളനം നടന്നത് 1947 ഏപ്രിലാണ്. തൃശ്ശൂർ വെച്ചിട്ടാണ്. അധ്യക്ഷൻ കെ കേളപ്പനായിരുന്നു. അതിൽ പ്രമേയം അവതരിപ്പിച്ചത് മൊയ്തു മൗലവിയായിരുന്നു. ഐക്യകേരള തമ്പുരാൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ ഏഴാമനാണ്. കൊച്ചി രാജ്യത്തിലെ ഭരണാധികാരിയായിരുന്നു. ഐക്യകേരള പ്രതിജ്ഞാഗാനം രചിച്ചത് NV കൃഷ്ണവാര്യരാണ്. ഐക്യകേരളത്തിൻ്റെ പ്രവാചകൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ബോധേശ്വരനെയാണ്. ഐക്യകേരളം എന്ന ആശയം ഉൾക്കൊള്ളുന്ന 1.25 കോടി മലയാളികൾ എന്ന കൃതി രചിച്ചത് EMS ആണ്. ഐക്യകേരള സമിതി രൂപീകരിച്ചത് 1945 കെ കേളപ്പനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആര്? ആൻസർ ഓപ്ഷൻ ബി VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാട് ജനിച്ച സ്ഥലം മേഴത്തൂർ ഗ്രാമം. 1896 മാർച്ച് 26. യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകനായിരുന്നു VT ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് 1908 ജനുവരി 31. യോഗക്ഷേമ സഭയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക. യോഗക്ഷേമ സഭയുടെ മുഖപത്രമായിരുന്നു മംഗളോദയം. നമ്പൂതിരി യുവജന സംഘം എന്ന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനാണ് VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. 1929 അത് പബ്ലിഷ് ചെയ്തത്. അന്തർജന സമാജം, ബഹുജന സമൂഹം എന്നിവ സ്ഥാപിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിൻ്റെ കർത്താവും VT ഭട്ടതിരിപ്പാടാണ്. ബ്രഹ്മസമുദായത്തിലെ ആദ്യ മിശ്രവിവാഹത്തിന് നേതൃത്വം നൽകിയത് VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാട് പത്രാധിപരായിരുന്ന മാസികകളാണ് പാശുപതം, ഉത്ബുദ്ധ കേരളം. 1931 തൃശ്ശൂർ മുതൽ കാസർഗോഡിലെ ചന്ദ്രഗിരി പുഴ വരെ VT ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ 7 ദിവസം നീണ്ടുനിന്ന കാൽനട പ്രചരണ ജാഥയാണ് യാചനായാത്ര. മിശ്രവിവാഹത്തിൻ്റെ പ്രചരണത്തിനു വേണ്ടി സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് VT ഭട്ടതിരിപ്പാട്. 1968 കാഞ്ഞങ്ങാട്ട് നിന്നും ചെമ്പഴന്തി വരെയായിരുന്നു. എൻ്റെ സഹോദരീ സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും. ഇത് VT ഭട്ടതിരിപ്പാടിൻ്റെ വാക്കുകളാണ്. VT ഭട്ടതിരിപ്പാടിൻ്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. 1970 ഇത് പബ്ലിഷ് ചെയ്തത്. VT ഭട്ടതിരിപ്പാട് അന്തരിച്ചത് 1982 ഫെബ്രുവരി 12. കണ്ണീരും കിനാവും, ദക്ഷിണായനം, പൊഴിഞ്ഞ പൂക്കൾ, കരിഞ്ചന്ത, കർമ്മവിചാരം, വെടിവെട്ടം, രജനീരംഗം, കാലത്തിൻ്റെ സാക്ഷി, എൻ്റെ മണ്ണ്, സത്യമെന്ന് ഇവിടെ മനുഷ്യനാകുന്നു, അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും, ഇതെല്ലാം VT ഭട്ടതിരിപ്പാടിൻ്റെ രചനകളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയമേത്? ആൻസർ ഓപ്ഷൻ സി ജനസംഖ്യാനുപാത സംവരണം. ആദ്യത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1916 പാലക്കാടാണ്. ആനി ബസന്റ് ആയിരുന്നു ഇതിൻ്റെ നേതാവ്. രണ്ടാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം 1917 കോഴിക്കോട് വെച്ച് നടന്നു. CP രാമയ്യാർ ആയിരുന്നു ഇതിൻ്റെ നേതാവ്. 1918 തലശ്ശേരിയിൽ നടന്നാണ് മൂന്നാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം. ഇതിൻ്റെ നേതാവ് മിർ ആനന്ദ് അലി ഖാൻ ബഹദൂർ ആയിരുന്നു. നാലാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം 1919 വടകരയിൽ വെച്ച് നടന്നു. KP രാമൻ മേനോനായിരുന്നു ഇതിൻ്റെ നേതാവ്. 1920 മഞ്ചേരിയിൽ നടന്ന അഞ്ചാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിലായിരുന്നു അതിന് കസ്തൂരംഗ അയ്യങ്കാർ നേതാവായതും അതിലെ ചർച്ച ചെയ്ത വിഷയങ്ങളായിരുന്നു ഭരണപരിഷ്കാരം, ഖിലാഫത്ത്, കുടിയായ്മ എന്നിവയെക്കുറിച്ച് ഇവിടെ ചർച്ച നടത്തുകയും ചെയ്തു. മഞ്ചേരിയിൽ നടന്ന അഞ്ചാമത്തെ രാഷ്ട്രീയ സമ്മേളനമായിരുന്നു അവസാനത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം. അടുത്ത ക്വസ്റ്റ്യൻ, മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു ആരുടെ സംഭാവനയായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി അർണോസ് പാതിരി. മലയാളം അച്ചടിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. മലയാള ഭാഷയിൽ ആദ്യം അച്ചടിച്ച പുസ്തകം സംക്ഷേപ വേദാർത്ഥമാണ്. ഇത് രചിച്ചത് ക്ലമന്റ് പിയോനോസ് ആണ്. ആദ്യ ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ആദ്യ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. മലയാള ഭാഷയിലെ ആദ്യ നിഘണ്ടു രൂപപ്പെടുത്തിയത് അർണോസ് പാതിരിയാണ്. മലയാളം പോർച്ചുഗീസ് ആയിരുന്നു അത്. കേരളപ്പഴമ, കേരളോൽപ്പത്തി, പഴഞ്ചൊൽമാല എന്നിവയുടെ കർത്താവ് ഹെർമൻ ഗുണ്ടർട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1809
കുണ്ട്ര വിളംബരം പുറപ്പെടുവിച്ചതാര്? ആൻസർ ഓപ്ഷൻ സി വേലുത്തമ്പി ദളവ. അവിട്ടം തിരുനാളിന്റെ പ്രശസ്തനായ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതികൾ സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയായിരുന്നു. കൊല്ലത്ത് ഹാജൂർ കച്ചേരി അഥവാ സെക്രട്ടേറിയറ്റ് സ്ഥാപിച്ചതും വേലുത്തമ്പി ദളവയായിരുന്നു. കുണ്ട്ര വിളംബരം 1809 ജനുവരി 11 നടത്തിയ തിരുവിതാംകൂർ ദിവാനായിരുന്നു വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്ത വർഷം 1809 വേലുത്തമ്പി ആത്മഹത്യ ചെയ്ത ക്ഷേത്രം മണ്ണടി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലാണ്. വേലുത്തമ്പി ദളവ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടിയാണ്. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ നാമമായിരുന്നു തമ്പി വേലായുധൻ ചെമ്പകരാമൻ എന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വ്യക്തി അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ട്. ആൻസർ ഓപ്ഷൻ സി കോ വാറന്റോ. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് റിട്ട് എന്ന് പറയുന്നത്. റിട്ടിനെ കുറിക്കുന്ന പദങ്ങൾ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറന്റോ, പ്രൊഹിബിഷൻ, സെർഷ്വറി എന്നിങ്ങനെ 5 റിട്ടുകളാണുള്ളത്. ഭരണഘടനയുടെ 32-ാം ആർട്ടിക്കിൾ അനുസരിച്ച് സുപ്രീം കോടതിക്കും 226-ാം ആർട്ടിക്കിൾ അനുസരിച്ച് ഹൈക്കോടതികൾക്കും റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് 32-ാം ആർട്ടിക്കിളാണ്. നിയമവിധേയമല്ലാത്ത തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായി കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷണം എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് റിട്ട് ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മാഗ്ന കാർട്ടയിലാണ്. ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിനർത്ഥം നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്നാണ്. നാം കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ്. സ്വന്തം കർത്തവ്യം നിറവേറ്റാൻ ഒരു ഉദ്യോഗസ്ഥനെയോ പൊതുസ്ഥാപനത്തെയോ അനുശാസിച്ചുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ് കോ വാറന്റോ. കോ വാറന്റോ എന്ന വാക്കിനർത്ഥം എന്ത് അധികാരം എന്നാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ച റിട്ടായിരുന്നു കോ വാറന്റോ. ഒരു കീഴ്ക്കോടതി അതിൻ്റെ അധികാരപരിധി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെ പ്രാഥമികമായി തടയുന്നതിനുള്ള റിട്ടാണ് പ്രൊഹിബിഷൻ. നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റാൻ ഉത്തരവിടുന്ന റിട്ടാണ് സെർഷ്വറി. അടുത്ത ക്വസ്റ്റ്യൻ, 44-ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി നീലം സഞ്ജീവ റെഡ്ഡി. ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണ്. രാഷ്ട്രത്തിന്റെ തലവനായി അറിയപ്പെടുന്ന പ്രസിഡന്റാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരനായിട്ട് അറിയപ്പെടുന്നതും രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ സർവ്വസൈന്യാധിപനാണ് രാഷ്ട്രപതി. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ടറൽ കോളേജാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നത് സുപ്രീം കോടതിയാണ്. രാഷ്ട്രപതിയുടെ ഭരണകാലാവധി 5 വർഷമാണ്. ഒരു വ്യക്തിക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനം വഹിക്കാവുന്നതാണ്. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്നാൽ 6 മാസത്തിനുള്ളിൽ പുതിയ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കണം. രാഷ്ട്രപതിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടിയാണ് ഇംപീച്ച്മെന്റ്. രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള ഏക കാരണം ഭരണഘടനാ ലംഘനമാണ്. രാഷ്ട്രപതിയെ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 61. 14 ദിവസത്തെ മുൻകൂർ നോട്ടീസ് നൽകിയതിന് ശേഷം രാജ്യസഭയിലോ ലോകസഭയിലോ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാവുന്നതാണ്. ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിക്കാൻ സഭയുടെ 1/4 അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ്. ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാകണമെങ്കിൽ സഭയുടെ മൊത്തം അംഗസംഖ്യയുടെ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. ഇന്ത്യയിൽ ഇതുവരെ ഒരു രാഷ്ട്രപതിയെയും ഇംപീച്ച്മെന്റിന് വിധേയമാക്കിയിട്ടില്ല. രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും അഭാവത്തിൽ രാഷ്ട്രപതിയുടെ ചുമതല വഹിക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ഏക ചീഫ് ജസ്റ്റിസ് എം ഹിദായത്തുള്ളയാണ്.
പാർലമെന്റ് വിളിച്ചുകൂട്ടുന്നതും നിർത്തിവെക്കുന്നതും ലോകസഭ പിരിച്ചുവിടുന്നതും രാഷ്ട്രപതിയാണ്. ഓരോ വർഷത്തിലെയും പാർലമെന്റിന്റെ ആദ്യ സമ്മേളനത്തെയും പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ലോകസഭയുടെ ആദ്യ സമ്മേളനത്തെയും അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതിയാണ്. മുഖ്യമന്ത്രിയായ ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഏക രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. ഒരിക്കൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനു ശേഷം രാഷ്ട്രപതിയായ ഏക വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. ഏറ്റവും പ്രായം കൂടിയ രാഷ്ട്രപതി KR നാരായണനായിരുന്നു. പ്രസിഡന്റ്, ലോക്സഭാ സ്പീക്കർ, മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തിയാണ് നീലം സഞ്ജീവ റെഡ്ഡി. ആക്ടിംഗ് പ്രസിഡന്റായ ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് VV ഗിരി. കേരള ഗവർണറായതിനു ശേഷം രാഷ്ട്രപതിയായ വ്യക്തിയും VV ഗിരി തന്നെയാണ്. സെക്കൻഡ് പ്രിഫറൻഷ്യൽ വോട്ട് എണ്ണി വിജയിച്ച രാഷ്ട്രപതിയാണ് VV ഗിരി. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതിയാണ് VV ഗിരി. 1931 ലണ്ടനിൽ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയിലെ തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുകയും പിന്നീട് ഇന്ത്യൻ രാഷ്ട്രപതിയായി തീരുകയും ചെയ്ത വ്യക്തിയാണ് VV ഗിരി. രാജിവെച്ച ആദ്യ ഉപരാഷ്ട്രപതിയാണ് VV ഗിരി. ഇന്ത്യയുടെ രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയാണ് VV ഗിരി 1971. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ രജത ജൂബിലി ആഘോഷിച്ചപ്പോൾ രാഷ്ട്രപതിയായിരുന്നത് VV ഗിരി ആയിരുന്നു 1972. 20-ാം നൂറ്റാണ്ടിൽ ജനിച്ച ആദ്യ രാഷ്ട്രപതിയാണ് ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആദ്യ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയാണ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് 1975 ജൂൺ 25. നിർഭാഗ്യവാനായ രാഷ്ട്രപതി എന്നറിയപ്പെടുന്ന ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ രാഷ്ട്രപതിയാണ് ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ലോകസഭാ സ്പീക്കറായ ശേഷം രാഷ്ട്രപതിയായതാണ് നീലം സഞ്ജീവ റെഡ്ഡി. തമിഴ്നാടിന്റെ വ്യവസായ ശില്പി എന്നറിയപ്പെടുന്ന രാഷ്ട്രപതിയാണ് R വെങ്കിട്ടരാമൻ. ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന രാഷ്ട്രപതിയാണ് R വെങ്കിട്ടരാമൻ. വെങ്കിട്ടരാമന്റെ അന്ത്യവിശ്രമ സ്ഥലം ഏകതാ സ്ഥൽ. അടുത്ത ക്വസ്റ്റ്യൻ, തദ്ദേശീയ ഗവൺമെന്റ് സമിതികൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി. ആൻസർ ഓപ്ഷൻ സി, PK തുങ്കൻ കമ്മീഷൻ. ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവെന്നറിയപ്പെടുന്ന റിപ്പൺ പ്രഭുവാണ്. പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 40 പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതിയാണ് 73-ാം ഭേദഗതി 1992. പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നത് 1993 ഏപ്രിൽ 24-നാണ്. ദേശീയ പഞ്ചായത്ത് രാജ് ദിനമാണ് ഏപ്രിൽ 24. 2011 മുതലാണ് ഇത് ആചരിക്കാൻ തുടങ്ങിയത്. മുമ്പ് ഫെബ്രുവരി 19 ആയിരുന്നു. പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച് ജവഹർലാൽ നെഹ്റുവാണ്. ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച് മഹാത്മാഗാന്ധിയാണ്. ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് MN റോയ് ആണ്. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി LM സിംഘി കമ്മിറ്റിയാണ് 1986. സിംഘി കമ്മിറ്റിയെ നിയമിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു. പഞ്ചായത്ത് രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ തലവനാണ് PK തുങ്കൻ. 1989 പഞ്ചായത്ത് രാജ് നിയമം പാസാക്കിയ പ്രധാനമന്ത്രി നരസിംഹറാവു ആണ്. കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ്. 1977 ജനതാ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലായിരുന്നു. മണ്ഡൽ പഞ്ചായത്ത് എന്ന ആശയം അവതരിപ്പിച്ചത് അശോക് മേത്ത കമ്മിറ്റിയാണ്. 1978 റിപ്പോർട്ട് സമർപ്പിച്ചു. 132 റെക്കമെൻഡേഷനാണ് ഇതിലുണ്ടായിരുന്നത്. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളിയായിരുന്നു EMS. പഞ്ചായത്ത് രാജിന്റെ പ്രവർത്തനങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടി 1985 പ്ലാനിംഗ് കമ്മീഷൻ നിയമിച്ച കമ്മിറ്റിയാണ് GVK റാവു കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ അടിസ്ഥാനം ഗ്രാമസഭയാണ്. ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 243A ആണ്. ഗ്രാമസഭ സമ്മേളനിക്കുന്നതിനുള്ള കോറം 1/10 ആണ്. ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നത് വാർഡ് മെമ്പറാണ്. ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇന്ത്യയിൽ ഗ്രാമസഭ വർഷമായി ആഘോഷിക്കുന്ന 1999, 2000 തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം 21 വയസ്സാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വനിതകളുടെ സംവരണം 50%. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയുടെ കാലാവധി 5 വർഷമാണ്. കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റിയാണ് സെൻ കമ്മിറ്റി. ഭരണഘടനയുടെ അനുച്ഛേദം 243 മുതൽ
243 വരെയാണ് പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. പഞ്ചായത്ത് രാജ് നിയമം ഭരണഘടനയുടെ 9ാമത്തെ ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഭരണഘടനയുടെ 11ാം പട്ടികയിൽ പഞ്ചായത്ത് രാജുകൾക്ക് നിയമം നിർമ്മിക്കാവുന്ന 29 സബ്ജക്റ്റുകളെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. പഞ്ചായത്ത് രാജിനെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത. ആൻസർ ഓപ്ഷൻ ഡി, ആനി ബെസന്റ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയിലെ മുഖ്യ പ്രവർത്തകയായിരുന്നു ആനി ബെസന്റ്. മദ്രാസിനടുത്തുള്ള അടയാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചതും ആനി ബെസന്റ് ആയിരുന്നു. ന്യൂ ഇന്ത്യ, കോമൺവെൽ എന്നിവ ആനി ബെസന്റിന്റെ പത്രങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകമെമ്പാടും മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന്. ആൻസർ ഓപ്ഷൻ എ, ഡിസംബർ 10. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? ആൻസർ ഓപ്ഷൻ ബി, സിങ്ക്. അലൂമിനിയത്തിന്റെ പ്രധാനപ്പെട്ട അയിരുകളാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്. സിങ്കിന്റെ അയിരുകളാണ് സിങ്ക് ബ്ലെൻഡ്, കലാമിൻ, സിങ്ക്, സിൻസൈറ്റ്. കോപ്പറിന്റെ പ്രധാനപ്പെട്ട അയിരുകളാണ് മാലക്കേറ്റ്, ചാൽക്കോലൈറ്റ്, കോപ്പർ പെറൈറ്റിസ്. ഇരുമ്പിന്റെ പ്രധാനപ്പെട്ട അയിരുകളാണ് ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പെറൈറ്റിസ്. തോറിയത്തിന്റെ അയിരാണ് മോണോസൈറ്റ്. ടൈറ്റാനിയത്തിന്റെ അയിരാണ് റൂട്ടൈലും ഇൽമനൈറ്റും. സ്വർണത്തിന്റെ ബിസ്മത്ത് അറേറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജന്തുജന്യ രോഗമായ മഞ്ഞപ്പനി പരത്തുന്ന രോഗാണു ഏത്? ആൻസർ ഓപ്ഷൻ ബി, വൈറസ്. വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് എപ്പിഡമിക് എന്നാണ്. സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്ന പൂർണ്ണമായി തുടച്ചു മാറ്റാൻ കഴിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്നത് എൻഡമിക് ആണ്. കാരണം അറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്നത് ക്രിപ്റ്റോജനിക് രോഗങ്ങളാണ്. ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് അതിവേഗം പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് പാൻഡമിക്. ആശുപത്രിയിൽ നിന്നും പകരുന്ന രോഗങ്ങളാണ് നാസോകോമിയൻ രോഗങ്ങൾ. മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സൂണോസിസ്. മൃഗങ്ങൾക്കിടയിലെ സാംക്രമിക രോഗങ്ങൾ അറിയപ്പെടുന്നത് എപ്പിസ്യൂട്ടിക് ആണ്. തെറ്റായ ജീവിതചര്യയിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളാണ് ജീവിതചര്യാ രോഗങ്ങൾ. ഉദാഹരണം ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, പൊണ്ണത്തടി, ഹൃദയരോഗങ്ങൾ, ക്യാൻസർ മുതലായവ. വായുവിലൂടെ പകർന്ന രോഗങ്ങളാണ് ക്ഷയം, വസൂരി, ചിക്കൻ ബോക്സ്, 5ാം പനി അതായത് മീസിൽസ്, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ്, സാർസ്, ജലദോഷം, മുണ്ടനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമയൊക്കെ. ജലത്തിലൂടെ പകർന്ന രോഗങ്ങളാണ് കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, വയറുകടി മുതലായവ. രോഗാണുബാധിതരായ രക്തം സ്വീകരിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങളാണ് ഹെപ്പറ്റൈറ്റിസും എയ്ഡ്സും. ഷഡ്പരങ്ങൾ പരത്തുന്ന രോഗങ്ങളാണ് മന്ത്, ക്യൂലസ് പെൺകൊതുകുകളാണ് പരത്തുന്നത്. മലേറിയ, അനോഫിലസ് പെൺകൊതുകുകളാണ്. ഡെങ്കി, ഈഡിസ് ഈജിപ്തി. മഞ്ഞപ്പനി, ഈഡിസ് ഈജിപ്തി. ജപ്പാൻ ചുരം രോഗാണുവാഹകരായ പലതരം കൊതുകുകളാണ്. ചിക്കൻ ഗുനിയ, ഈഡിസ് ഈജിപ്തി. മറ്റ് പ്ലേഗ് പരത്തുന്ന എലിച്ചെള്ളാണ്. ടൈഫസ് പേനും ചെള്ളുമാണ്. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ക്ഷയമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഗാന്ധിജിയുടെ കേരള സന്ദർശനവുമായി ബന്ധമില്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി, പാലിയം സത്യാഗ്രഹം. ഗാന്ധിജി 5 പ്രാവശ്യമാണ് കേരളം സന്ദർശിച്ചത്. ഗാന്ധിജി ആദ്യമായി കേരളത്തിലെത്തിയ വർഷം 1920 ആയിരുന്നു. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് വന്നിറങ്ങിയത്. രണ്ടാമതായി 1925 വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് രണ്ടാമത് കേരളത്തിൽ വന്നത്. ഗാന്ധിജിയുടെ 2ാം കേരള സന്ദർശനത്തിലാണ് ശ്രീനാരായണ ഗുരുവിനെയും റാണി സേതുലക്ഷ്മിബായിയെയും സന്ദർശിച്ചത്. ഗാന്ധിജി 3ാമതായി കേരളത്തിൽ വന്നത് 1927 1934 ഗാന്ധിജി 4ാമതെത്തിയത്. ഹരിജൻ ഫണ്ട് ശേഖരണാർത്ഥമാണ് ഗാന്ധിജി 4ാമത് കേരള സന്ദർശനം നടത്തിയത്. ഈ 4ാം കേരള സന്ദർശന വേളയിലാണ് ഗാന്ധിജിക്ക് ആഭരണങ്ങൾ കൗമുദി ടീച്ചർ സംഭാവനയായി നൽകിയത്. ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഗാന്ധിജി അവസാനമായിട്ട് കേരളത്തിലെത്തിയത് 1937 ജനുവരി 13. ഒരു തീർത്ഥാടനം എന്ന ഗാന്ധിജി വിശേഷിപ്പിച്ചത് 5ാം കേരള സന്ദർശനമാണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏതു തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ, ഖരം. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്.
ശബ്ദമുണ്ടാകാൻ കാരണം കമ്പനമാണ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി എന്നറിയപ്പെടുന്നത്. ശബ്ദത്തിന്റെ ആവൃത്തിയുടെ യൂണിറ്റാണ് ഹെർട്സ്. ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജ്ജരൂപമാണ് ശബ്ദം. ചന്ദ്രനിൽ ശബ്ദം കേൾക്കാത്തതിന് കാരണം ചന്ദ്രനിൽ അന്തരീക്ഷവായു ഇല്ലാത്തതിനാലാണ്. സാധാരണ അന്തരീക്ഷ താപനിലയിൽ ശബ്ദത്തിന്റെ വായുവിലുള്ള വേഗതയാണ് 340 മീറ്റർ/സെക്കൻഡ്. ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഖരമാണ്. ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വാതകമാണ്. ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തതിന് കാരണം വായുവിന്റെ അഭാവമാണ്. ശബ്ദത്തിന്റെ 3 സവിശേഷതകളാണ് ഉച്ചത, സ്ഥായി, ഗുണം. ചെവിയുടെ ഡയഫ്രത്തിനുണ്ടാവുന്ന കമ്പനമാണ് തീവ്രത അല്ലെങ്കിൽ ഉച്ചത. ശബ്ദത്തിന്റെ തീവ്രതയുടെ യൂണിറ്റാണ് ഡെസിബൽ. ശബ്ദമലിനീകരണം അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ. ശബ്ദത്തിന്റെ തീവ്രത അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഓഡിയോമീറ്റർ. ശബ്ദത്തിന്റെ കൂർമ്മതയാണ് സ്ഥായി. ശബ്ദത്തിന്റെ കൂർമ്മത ആവൃത്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആവൃത്തി കൂടുമ്പോൾ ശബ്ദത്തിന്റെ കൂർമ്മത കൂടുന്നു. പ്രതിധ്വനി ഉണ്ടാവാൻ ആവശ്യമായ ദൂരപരിധിയാണ് 17 മീറ്റർ. മനുഷ്യന്റെ ശ്രവണപരിധി 1/10 സെക്കൻഡാണ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്കോസ്റ്റിക്സ്. മനുഷ്യന്റെ ശ്രവണപരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ്. 20 ഹെർട്സിൽ കുറവുള്ള ശബ്ദതരംഗങ്ങൾ ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ്. ആന, തിമിംഗലം, ജിറാഫ് എന്നിവ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾ ഇൻഫ്രാസോണിക് ആണ്. ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം എന്നിവ ഉണ്ടാകുമ്പോൾ പുറപ്പെടുന്ന ശബ്ദതരംഗങ്ങൾ ഇൻഫ്രാസോണിക് ആണ്. 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദതരംഗങ്ങൾ അൾട്രാസോണിക് തരംഗങ്ങൾ എന്നറിയപ്പെടുന്നു. ഫോട്ടോഗ്രാഫിലുള്ള ഫിലിം നിർമ്മിക്കുന്നതിനും ആന്തരാവയവങ്ങളുടെ സ്കാനിങ്ങിനും ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് തരംഗങ്ങളാണ്. മൂത്രാശയക്കല്ല് പൊടിച്ച് നീക്കം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന അൾട്രാസോണിക് തരംഗങ്ങളാണ്. അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് വഴിയിലെ തടസ്സങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രതിഭാസമാണ് എക്കോലൊക്കേഷൻ. എക്കോലൊക്കേഷൻ പ്രയോജനപ്പെടുത്തുന്ന ജീവിയാണ് വവ്വാല്. ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കൂടിയ വേഗതയെ സൂചിപ്പിക്കുന്നതാണ് സൂപ്പർസോണിക്. നായകളുടെ ശ്രവണപരിധി 67 ഹെർട്സ് മുതൽ 45 കിലോ ഹെർട്സ് വരെയാണ്. നായ്ക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൾട്ടൻ വിസിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക ആവിഷ്കരിച്ചതാര്? ആൻസർ ഓപ്ഷൻ ബി, റൂദർഫോർഡ്. ഒരു പദാർത്ഥത്തിന്റെ രാസപരമായി ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. എന്നാൽ ആറ്റം എന്ന പദം നിർദ്ദേശിച്ചത് ഓസ്റ്റ്വാൾഡ് ആണ്. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ആദ്യ അറ്റോമിക സിദ്ധാന്തം അവതരിപ്പിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. ബോറിന്റെ ആറ്റം മാതൃക അടിസ്ഥാനമാക്കിയിട്ടുള്ളത് ക്വാണ്ടം തിയറിയാണ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ച റൂദർഫോർഡ് ആണ്. ആറ്റത്തിൽ 3 കണങ്ങളുണ്ട്: പ്രോട്ടോണ്, ന്യൂട്രോണ്, ഇലക്ട്രോണ്. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ന്യൂക്ലിയസിലെ കണങ്ങളാണ് പ്രോട്ടോണും ന്യൂട്രോണും. ആറ്റത്തിലെ ന്യൂക്ലിയസിനുള്ളിൽ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോണ്. ആറ്റത്തിലെ ഭാരം കൂടിയ കണവും ന്യൂട്രോണാണ്. ആറ്റത്തിലെ ഭാരം കുറഞ്ഞ കണം ഇലക്ട്രോണാണ്. ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിന് ചുറ്റി സഞ്ചരിക്കുന്ന ആറ്റത്തിലെ കണമാണ് ഇലക്ട്രോണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. സൂര്യന് അതിന്റെ ഗ്രഹങ്ങളെ പോലെയാണ് ന്യൂക്ലിയസിന് ഇലക്ട്രോണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ സഞ്ചാരപാത ഓർബിറ്റ് എന്നറിയപ്പെടുന്നു. ഇലക്ട്രോൺ കണ്ടെത്തിയത് ജെ തോംസൺ ആണ്. പ്രോട്ടോൺ കണ്ടെത്തിയത് റൂദർഫോർഡ് ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂക്ലിയസ് കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക റൂദർഫോർഡ് ആണ് കണ്ടെത്തിയത്. ആറ്റത്തിന്റെ പ്ലംവുഡ് മാതൃക ജെ തോംസൺ ആണ് കണ്ടെത്തിയത്. ആറ്റത്തിന്റെ വേവ് മെക്കാനിക്സ് മാതൃക ഇർവിൻ ഷോൾഡ്രിങ് ആണ്. അനിശ്ചിതത്വ സിദ്ധാന്തം അവതരിപ്പിച്ചത് ഹെയ്സൻബർഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പിൽ മുകളിലേക്ക് പോകുന്തോറും ലോഹഗുണം? ആൻസർ ഓപ്ഷൻ സി, കുറയുന്നു. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു, ലോഹ സ്വഭാവം കൂടുന്നു, അലോഹ സ്വഭാവം കുറയുന്നു, അയോണീകരണ ഊർജം കുറയുന്നു, ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുന്നു. എന്നാൽ പീരിയഡിൽ നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു, ലോഹ സ്വഭാവം കുറയുന്നു, അലോഹ സ്വഭാവം കൂടുന്നു, അയോണീകരണ ഊർജം കൂടുന്നു, ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നു. ആറ്റത്തിന്റെ ഏത് കണത്തിന്റെ സാന്നിധ്യമാണ് ജെ തോംസൺ കണ്ടെത്തിയത്? ആൻസർ ഓപ്ഷൻ ബി, ഇലക്ട്രോൺ. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ മനസ്സാക്ഷി എന്ന് നിർദ്ദേശക തത്വങ്ങളെയും മൗലിക അവകാശങ്ങളെയും വിശേഷിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി, ഗ്രാൻവില്ലെ ഓസ്റ്റിൻ. ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത്
KM മുൻഷിയാണ്. ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചത് NA പൽക്കിവാലയാണ്. ആമുഖത്തെ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ്. ആമുഖത്തെ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഭാർഗവാണ്. ആമുഖത്തെ ഭരണഘടനയുടെ ആത്മാവ്, താക്കോൽ എന്നിങ്ങനെ വിശേഷിപ്പിച്ച ജവഹർലാൽ നെഹ്റുവാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവ് എന്നിങ്ങനെ അംബേദ്കർ വിശേഷിപ്പിച്ചത് 32-ാം അനുച്ഛേദത്തെയാണ്. ഭരണഘടനയുടെ ഹൃദയം, ആത്മാവ് എന്ന് താക്കൂർദാസ് ഭാർഗവ് വിശേഷിപ്പിച്ചത് ആമുഖത്തെയുമാണ്. എന്നാൽ ഭരണഘടനയുടെ മനസ്സാക്ഷി എന്നറിയപ്പെടുന്നത് ആമുഖമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി? ആൻസർ ഓപ്ഷൻ എ JB കൃപലാനി. ഭരണഘടന തയ്യാറാക്കുന്നതിന് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ചത് MN റോയി ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ്. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഭരണഘടനാ നിർമ്മാണ സഭയാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 നവംബറിലാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 389 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 17 പേർ വനിതകളായിരുന്നു. പാകിസ്ഥാൻ പ്രദേശത്ത് ഉൾപ്പെട്ട അംഗങ്ങൾ പിരിഞ്ഞു പോയതോടുകൂടി അംഗസംഖ്യ 299 ഇതോടെ വനിതകളുടെ എണ്ണം 15 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രാഥമിക സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 11 മണിക്കായിരുന്നു. 9 വനിതകൾ ഉൾപ്പെടെ 207 പ്രതിനിധികൾ ഇതിൽ പങ്കെടുത്തിരുന്നു. പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വെച്ചായിരുന്നു സമ്മേളന വേദി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം അവസാനിച്ചത് ഡിസംബർ 23, 1946 ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത വ്യക്തി JB കൃപലാനിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്നത് BN റാവു ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷൻ HN കുൻസ്രുവും VT കൃഷ്ണമാചാര്യയുമായിരുന്നു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവർ 93 ഭരണഘടനാ നിർമ്മാണ സഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ 292 ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം 284 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിലെ അധ്യക്ഷൻ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ഡിസംബർ 9, 1946 എന്നാൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ 1946 ഡിസംബർ 11 തിരഞ്ഞെടുത്തു.